കടൽക്ഷോഭത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാതെ സംസ്ഥാന സർക്കാർ. ആലപ്പുഴ ജില്ലയിൽ മാത്രം ദുരൂഹിതരായി 10 വർഷത്തോളമായി പുറമ്പോക്കിൽ കഴിയുന്നത് 100ഓളം കുടുംബങ്ങളാണ്. ലൈഫ് ഭവന പദ്ധതി അടക്കം ലക്ഷ്യം കാണുന്നില്ല എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാകുകയാണ് ഈ കുടുംബങ്ങളുടെ ജീവിതം. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ട് 4 വർഷമായി പുറമ്പോക്കിൽ കഴിയുന്ന അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ ശശിധരൻ എന്ന ആളിനോടൊപ്പമാണ് ഞാനിപ്പോഴുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഷെഡിലാണ് ഇദ്ദേഹവും ഭാര്യയും മകനും അടക്കം കഴിയുന്നത്. വളരെ ദുരിത ജീവിതമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ വീടിനൊക്കെ അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും നടപടിയായിട്ടുണ്ടോ? ഒരു നടപടിയും കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് വീട് നഷ്ടപ്പെട്ട് എന്നാണ് ഇവിടെ താമസമാക്കാൻ തുടങ്ങിയത്? അത് പറഞ്ഞു ഇവിടെ വന്ന് പെരവെച്ച് ചെറിയ കുട്ടിൽ വെച്ച് താമസിക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കുക. 4 വർഷം കഴിഞ്ഞു. 5ാമത്തെ വർഷമായിട്ട്. എങ്ങനെ വീട് നഷ്ടപ്പെട്ടത്? കടലിടിച്ച് മൊത്തമായിട്ട് അങ്ങ് മറിഞ്ഞു വീഴുകയായിരുന്നു. ആ വീട് വെക്കാനൊക്കെ ഒരുപാട് കാശായതായിരുന്നു. അന്ന് 5-8 ലക്ഷം രൂപ ആയതാ. വാർപ്പ് വീടായിരുന്നു. ഇനിയിപ്പം വീട് തരുന്ന കാര്യത്തെ കുറിച്ച് എന്താ ഇവര് പറയുന്നത്? അത് ഫ്ലാറ്റ് തരാമെന്നും പറഞ്ഞു. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളു. അപ്പൊ ഞങ്ങൾക്ക് കടം മേടിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഈ 10 ലക്ഷം രൂപക്ക് വരെ വെക്കാൻ വെക്കുക, വസ്തുവ കിട്ടത്തുള്ളൂ. അത് കാരണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫ്ലാറ്റ് മതി, ഞങ്ങൾ 2 രൂപ അവിടെ പോയി കിടന്നോളാം. ഫ്ലാറ്റും അനുവദിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ കിടന്ന ഇവിടുത്തെ ജീവിതം എങ്ങനെ ഉണ്ട്? ഇവിടുത്തെ ജീവിതം നമ്മൾ വേരൊക്കെ പോയി നോക്കി 10 രൂപ കിട്ടിയ കഞ്ഞി വെച്ച് കുടിക്കുക, അല്ലാതെ മാർഗമൊന്നുമില്ല. കുടിവെള്ളമൊക്കെ ഉണ്ടോ? ഇല്ല. ഇവിടെ പിന്നെ മോട്ടോർ താത്ത് വെള്ളം എടുക്കുക. അത് വെള്ളം. വേറെ മഴ പെയ്താലൊക്കെ എങ്ങനെ? പാമ്പിന്റെ ശല്യം ഉണ്ടോ? പാമ്പ് കൊണ്ട്, പിന്നെ എലിയുണ്ട്, ചേരയുണ്ട്, അതെല്ലാം ഉണ്ട്. പേടിച്ചു പോയെന്നാണ് ഇവിടെ കിടക്കുന്നത്. ഇത് തന്നെയാണ് നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും സമാന രീതിയിൽ കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർ ഈ പുറമ്പോക്കുകളിൽ ഷെഡ് കെട്ടി താമസിക്കുന്ന അവസ്ഥയുണ്ട്. കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടാറില്ല. അതോടൊപ്പം തന്നെ വലിയ രീതി പാമ്പിൻ്റെ ശല്യം. അങ്ങനെ ഒരു ധൈര്യത്തോടെ കിടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഉറക്കം നഷ്ടപ്പെട്ട ജീവിതമാണ് കഴിഞ്ഞ 5 വർഷമായി ശശിധരൻ്റേത് എന്നതാണ് വ്യക്തമാക്കുന്നത്. സമാന രീതിയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളെയാണ് ഇവിടെ ആലപ്പുഴയുടെ ഈ തീരമേഖലയിൽ കാണാൻ കഴിയുന്നത്. ക്യാമറാമാൻ അനൂപിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.